ഹലോ ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ട് ക്ലീ സീരീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനു മുമ്പ് 2 വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഓൾറെഡി. കാണാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. നമ്മൾ ഓൾറെഡി സിലബസ് നോക്കിയപ്പോഴത്തേക്കും നമ്മൾ 4 സബ്ജക്റ്റിനെ പറ്റി പറഞ്ഞിരുന്നു. ജനറൽ ഇംഗ്ലീഷ്, ലീഗൽ ലാംഗ്വേജ്, സ്റ്റാറ്റിക് GK ആൻഡ് കറണ്ട് അഫയേഴ്സ്, അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി. അപ്പം ഇന്ന് മുതൽ നമ്മൾ അങ്ങോട്ട് ഓരോ വീഡിയോ സീരീസിലും ചെയ്യാൻ പോകുന്നത് ഓരോ സബ്ജക്റ്റിലും എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ്, എന്താണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. സോ ഐ ആം അഞ്ജന ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, ജനറൽ ഇംഗ്ലീഷിൽ മെയിൻ ആയിട്ട് വരുന്നതെന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ട് ഈ ഗ്രാമേഴ്സും കാര്യങ്ങളൊക്കെയാണ് ജനറൽ ഇംഗ്ലീഷിൽ വരുന്നത്. പക്ഷേ 2022 മുതൽ ഒരു ചെറിയൊരു പാറ്റേൺ ചേഞ്ച് വന്ന പുതിയൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യനുകൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഒരു പാരഗ്രാഫ് റീഡിംഗ് കോംപ്രഹെൻഷൻ എന്നൊരു പുതിയൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയെല്ലാം സെയിം സിലബസ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ലീഗൽ ലാംഗ്വേജ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നതും മാർക്ക് വെയിറ്റേജ് വരുന്ന ഒരു സെക്ഷനുമാണ് ഇംഗ്ലീഷ്, ജനറൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടതാണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇതുപോലെ എന്തെങ്കിലും ഒരു സെന്റൻസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ സ്റ്റഡി ഓഫ് ബേർഡ്സ്, അപ്പം അതിന് പകരമായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? ഓർണിത്തോളജി. അല്ലെങ്കിൽ ഇപ്പം സ്റ്റഡി ഓഫ് സെലസ്റ്റിയൽ ബോഡീസ്, അതിന് പകരമായിട്ട് നമുക്ക് ആസ്ട്രോണമി ഉപയോഗിക്കാം. സ്റ്റഡി ഓഫ് എർത്ത് ആൻഡ് റോക്സ്, അതിന് പകരമായിട്ട് ജിയോളജി എന്ന വാക്ക് ഉപയോഗിക്കാം. സോ ഇതാണ് ഇന്നതിന് പകരമായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും, അതാണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിൽ വരുന്നത്. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ് ഗ്രാമർ എന്ന് പറയുന്നത്. ഗ്രാമറിൽ എന്ന് പറയുമ്പോൾ നമ്മൾ 10th വരെ പഠിച്ചൊക്കെ ബേസിക് ആയിട്ടുള്ള ഗ്രാമർ എന്ന് പറയുമ്പോൾ ടെൻസസ്, പിന്നെ അതുപോലെ തന്നെ ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്, ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച്, പിന്നെ പ്രിപ്പോസിഷൻ, ഹെൽപ്പിംഗ് വെർബ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ വരുന്നതാണ് സിനണിംസ് ആൻഡ് ആന്റണിംസ്. സിനണിംസ് ആൻഡ് ആന്റണിംസ് അറിയാലോ, സെയിം വേർഡും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വേർഡും, അതും ഇതുപോലെ ഒരു ലിസ്റ്റ് ഓഫ് വേർഡ്സ് ഉണ്ട്. അത് പഠിക്കുക. നമുക്ക് മാക്സിമം അതൊന്നൊക്കെ പറയുമ്പോൾ സിനണിംസ്, ആന്റണിംസ് അല്ലെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു വാസ്റ്റ് ടോപ്പിക്. അപ്പം നമുക്ക് പഠിക്കുന്നതിലൊക്കെ ഒരു പരിധിയുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് മാക്സിമം എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അത്രത്തോളം പഠിക്കാം. പിന്നെ വരുന്നതാണ് സെന്റൻസ് കറക്ഷൻ. സെന്റൻസ് കറക്ഷന് ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഗ്രാമർ യൂസ്ഫുൾ ആകും. ഇപ്പം എന്തെങ്കിലും ഒരു സെന്റൻസ് വന്നിട്ട് ഏതെങ്കിലും ഒരു പാർട്ട് തെറ്റായിരിക്കും. ഇപ്പം സെന്റൻസ് മൊത്തം വന്നിട്ട് ഒന്നില്ലെങ്കിൽ അത് പാർട്ടോ ഏതെങ്കിലും ഒരു ഭാഗമോ അല്ലെങ്കിൽ സെന്റൻസ് ഫുള്ള് തെറ്റായിരിക്കും. അപ്പോൾ നമ്മളത് റീഅറേഞ്ച് ചെയ്ത് എഴുതുക. അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഗ്രാമർ മിസ്റ്റേക്ക് ആയിരിക്കും അതുള്ളത്. അപ്പം നമ്മൾ കറക്റ്റ് ഗ്രാമർ പഠിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ആ സെന്റൻസിൽ എന്താ തെറ്റെന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സെന്റൻസ് കറക്ഷൻ അതാണ് അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. പിന്നെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഈ പറയുന്ന പോലെ ഒരു ഫ്രൈസ് വരും, അതിന്റെ മീനിങ് ഇപ്പോൾ വൺസ് ഇൻ എ ബ്ലൂ മൂൺ, അതിന്റെ മീനിങ് വെരി റയർ. അപ്പോൾ ഇതുപോലെ ഒരു ഫ്രൈസ് വരും, അതിന്റെ മീനിങ് ഓപ്ഷനിൽ കാണും. നമ്മളത് കറക്റ്റായിട്ട് ചൂസ് ചെയ്താൽ മതി. പിന്നെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആണ് സെന്റൻസ് കംപ്ലീഷൻ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഈ പറയുന്ന പോലെ സെന്റൻസ് വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ റിയ ഈസ് ഡാഷ്, ഇപ്പം പ്ലേയിങ്ങോ അല്ലെ സിംഗിങ്ങോ അങ്ങനെ താഴെ ഓപ്ഷൻ കാണും. നമ്മൾ ഏതാണോ അത്രയും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് വേണം എഴുതാൻ. ഇത്ര സിമ്പിൾ ആയിട്ടും തരത്തില്ല, ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പം ഇത് കറക്റ്റായിട്ട് എഴുതണമെങ്കിൽ ഈ പറയുന്ന പോലെ ഗ്രാമർ പഠിച്ചാലേ നമുക്ക് ജോയിൻ ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, നമുക്ക് ടെൻസും കാര്യങ്ങളൊക്കെ പഠിച്ചാലേ നമുക്ക് ആ സെന്റൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്രോപ്രിയേറ്റ് ആയിട്ട് ഏതാണോ വരുന്നത് ആ സെന്റൻസ് മീനിങ് ഫുള്ളി കറക്റ്റ് ആയിരിക്കണം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ഈ പറയുന്ന പോലെ ഫ്രൈസൽ വെർബ്. ഫ്രൈസൽ വെർബ് ഈ പറയുന്ന പോലെ ഇഡിയംസ് ആൻഡ് ഫ്രൈസസും അങ്ങനെയൊക്കെ പറഞ്ഞ പോലെ ഒരു ലിസ്റ്റ് ഓഫ് വേർഡ്സ് ഉണ്ട്. നമ്മളെ കൊണ്ട് മാക്സിമം എത്രത്തോളം പറ്റുമോ അത്രത്തോളം പഠിക്കുക. വാസ്റ്റ് ആണ്, നമുക്ക് എത്രത്തോളം പറ്റുമോ അത്രത്തോളം നമ്മൾ പഠിക്കുക, അത്രേ ഉള്ളൂ. ഇതുപോലെ ഒരു വേർഡ് വരും, അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ എഴുതുക. അതാണ് ഫ്രൈസൽ വെർബിൽ വരുന്നത്. പിന്നെ വരുന്നതാണ് ജംബിൾഡ് സെന്റൻസ്. ജംബിൾഡ് സെന്റൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ജംബിൾഡ് സെന്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സെന്റൻസ് വരും, ഒരു കംപ്ലീറ്റ് ഒരു സെന്റൻസ് ഉണ്ടായിരിക്കും, പക്ഷെ അതിങ്ങനെ തിരിച്ചും മറിച്ചുമായിരിക്കും വരുന്നത്. ഇപ്പം റിയാസ് പ്ലേയിങ് ക്രിക്കറ്റ് എന്നാണെങ്കിൽ ഫസ്റ്റ് ദ ക്രിക്കറ്റ്, പിന്നെ റിയ, പിന്നെ ഈസ്, പിന്നെ പ്ലേയിങ്. അപ്പോൾ നമ്മളത് കറക്റ്റ് ആയിട്ട് മീനിങ് ഫുൾ ആയിട്ട് ഒരു സെന്റൻസ് വരുന്ന പോലെ നമ്മൾ ഓർഡർ ആയിട്ട് അറേഞ്ച് ചെയ്യണം. അതാണ് ഈ പറയുന്നത് ജംബിൾഡ് സെന്റൻസിൽ വരുന്നത്. പിന്നെ മിസ്പെൽഡ് വേർഡ്സ്. മിസ്പെൽഡ് വേർഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ ഇപ്പോൾ ഒരു വാക്ക് സൈലന്റ് എന്നൊരു വാക്ക്, പക്ഷെ അതിന് തെറ്റിച്ചായിരിക്കും തരുന്നത്. 4 ഓപ്ഷനും ഒരു ഓപ്ഷൻ കറക്റ്റും മറ്റേ ഓപ്ഷൻ തെറ്റുമായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഏത് ഓപ്ഷനാണെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്യണം. സൈലന്റ് എന്ന സ്പെല്ലിങ് ഏതാണോ കറക്റ്റായിട്ട് വരുന്നത് അത് നമ്മൾ ചൂസ് ചെയ്യണം. പിന്നെ വരുന്നതാണ് സെന്റൻസ് ഓർഡർ. സെന്റൻസ് ഓർഡർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ തന്നെ ഒരു സെന്റൻസ് തരും, അതിങ്ങനെ തെറ്റായിട്ടായിരിക്കും. വെച്ചാൽ സെന്റൻസ് തരും, അതിങ്ങനെ ജംബിൾഡായിട്ടായിരിക്കും കൊടുത്തിരിക്കും. നമ്മളത് ഓർഡറിൽ താഴെ നമ്പർ തരും. ഇതുപോലെ ഇപ്പം 1 2 3 4 എന്ന നമ്പർ അല്ലെങ്കിൽ 3 2 1 അങ്ങനെ അതിൽ ഏതാണോ കറക്റ്റ് ആയിട്ട് വരുന്നത് നമ്മൾ ചൂസ് ചെയ്യണം. അടുത്ത വരുന്ന ഫോറിൻ വേർഡ്സ് ആണ്. ഫോറിൻ വേർഡ്സ് ഇതുപോലെ ഒരു സെറ്റ് ഓഫ് വേർഡ്സ് വരും, നമ്മൾ അതിൽ അത് പഠിച്ചിട്ട് ആൻസർ ഏതാണ്. ഇപ്പോൾ ഒരു വാക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിഫാക്ടോ എന്നൊരു വാക്കാണെങ്കിൽ അതിന്റെ യഥാർത്ഥ മീനിങ് ഇൻഫാക്ട് അല്ലെങ്കിൽ ഇൻ റിയാലിറ്റി എന്ന മീനിങ്. സോ നമ്മളത് ചൂസ് ചെയ്യണം. അടുത്ത വരുന്നതാണ് റീഡിംഗ് കോംപ്രഹെൻഷൻ. ഞാൻ പറഞ്ഞ പോലെ 2022 മുതൽ
റീഡിങ് കോംപ്രിഹെൻഷൻ എന്ന പുതിയ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യനും കൂടെ ക്ലീ ആഡ് ചെയ്തിട്ടുണ്ട്, വിച്ച് സിമിലർ ടു ക്ലാറ്റ് പോലാണ് ഇപ്പോൾ ക്ലീ എക്സാംസ് വരുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു കോംപ്രിഹെൻഷൻ തരും, നമ്മളത് വായിക്കണം. അതിൽ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ കോംപ്രിഹെൻഷൻ വായിച്ചിട്ട് ആ 5 ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യുക. സോ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് ഇംഗ്ലീഷിൽ നിങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇതിൽ ഈ പറയുന്ന പോലെ ഈ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, അതുപോലെ ആന്റോണിംസ് ആൻഡ് സിനോണിംസ്, ഇഡിയംസ് ആൻഡ് ഫ്രൈസസ്, ഫ്രൈസൽ വേർബ്സ്, ഈ ഫോറിൻ ഫ്രൈസ്, ഇതൊക്കെ 2022 മുമ്പ് വരെ സ്ഥിരമായിട്ട് ചോദിച്ചിരുന്നു. പക്ഷെ 2022 മുതൽ ഞാൻ ഈ പറയുന്ന പോലെ ചേഞ്ച് വന്നപ്പോൾ തൊട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ അധികം ഇങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷെ അത് മിസ്സാക്കരുത്. കാര്യം നമ്മളിപ്പം ഈ ഒരു സെറ്റ് ഓഫ് വേർഡ്സ് ഒക്കെ പഠിച്ചാൽ നമുക്ക് ഇപ്പം റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന വേർഡ്സ് ഒക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. അത് നോക്കി നിങ്ങൾ അതിന്റെ മീനിങ്സും കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുവാണെങ്കിൽ അതേ കാര്യം തന്നെ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര സിമ്പിളാണ്, പെട്ടെന്ന് 3 മാർക്ക് കിട്ടും. മറ്റേത് ഇപ്പോൾ സെന്റൻസ് കറക്ഷൻ ഒക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ല എത്രത്തോളം ആക്യുറേറ്റ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഈ പറയുന്ന പോലെ ഇത് നമ്മൾ പഠിച്ചിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് 3 മാർക്ക് സുഖമായിട്ട് കിട്ടും. ഇംഗ്ലീഷിന് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും കൂടുതലാണ്, വെയിറ്റേജും കൂടുതലാണ്. അപ്പം നിങ്ങൾ ഇതൊന്നും മിസ്സാക്കരുത്. അപ്പം ഇതൊക്കെയാണ് മെയിൻലി ഇംഗ്ലീഷിൽ ചോദിക്കുന്നത്. സോ ഇതൊക്കെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, അപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടും. നിങ്ങൾ ആദ്യം വീഡിയോ കണ്ടിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടും. എന്നിട്ട് എല്ലാം കൂടെ വെച്ച് ജസ്റ്റ് പഠിക്കുക. നോട്ട്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം, ലിങ്ക് കൊടുത്തേക്കാം. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. നോട്ട്സ് നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യാം. ഇതുപോലെ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട പോയിന്റ്സ് അടുത്ത സബ്ജക്റ്റിൻ്റെ ഒക്കെ വേണമെങ്കിൽ കമന്റ് ഇട്ടാൽ മതി. ഞാൻ അതുപോലെ ഓരോ സബ്ജക്റ്റിന് നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ വേണ്ടത് അത് കമന്റ് ഇട്ടാൽ മതി, ഞാൻ ചെയ്യാം. പിന്നെ എന്തെങ്കിലും ക്വയറീസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഐ വിൽ ഹെൽപ്പ് യു. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്.